പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം, ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 4. പ്രധാന വാർത്തകൾ. പ്രേം നസീർ സുഹൃത്ത് സമിതി ഒമാൻ ചാപ്റ്റർ ജൂൺ 7 വാദി ഖബീർ മജാൻ ഹൈറ്റ്സിൽ പ്രേം സ്മൃതി എന്ന പേരിൽ മെഗാ ഷോ ഒരുക്കുന്നു. ചലച്ചിത്ര താരം ശ്രീലത നമ്പൂതിരിക്ക് പ്രേം നസീർ ചലച്ചിത്ര ശ്രേഷ്ഠ പുരസ്കാരം ചടങ്ങിൽ സമ്മാനിക്കും. ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി മുഖ്യ അതിഥിയായിരിക്കുമെന്നും സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. താലിബ് അൽ ബലൂഷി, മുഹമ്മദ് നജീബ് എന്നിവരെ ആദരിക്കും. ഒമാനിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് പ്രേം നസീർ പുരസ്കാരങ്ങളും ടാലന്റ് ഹണ്ട് വിജയികൾക്ക് സമ്മാനങ്ങളും ചടങ്ങിൽ വെച്ച് സമർപ്പിക്കും. ലോക പരിസ്ഥിതി ദിനത്തിന്റെ ഭാഗമായി കലാലയം സാംസ്കാരിക വേദി ഗ്ലോബൽ തലത്തിൽ 5000 കേന്ദ്രങ്ങളിൽ പരിസ്ഥിതി സൗഹൃദ സംഗമങ്ങൾ സംഘടിപ്പിക്കുന്നു. ജൂൺ 4 മുതൽ 9 വരെയുള്ള കാലയളവിലാണ് ഇക്കോ വൈബ് എന്ന ശീർഷകത്തിൽ ക്യാമ്പയിൻ നടക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ നാം വസിക്കുന്ന ഭൂമിയും അതിലെ വിഭവങ്ങളും കരുതലോടെ ഉപയോഗിക്കുക എന്നത് സമൂഹത്തെ ബോധവൽക്കരിക്കുകയാണ് ലക്ഷ്യം. ഒമാനിലെ 200 കേന്ദ്രങ്ങളിലാണ് ഇക്കോ വൈബ് നടക്കുന്നത്. 4 പതിറ്റാണ്ടുകാലത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം നാടണയുന്ന അഷ്റഫ് പൊന്നാനിക്ക് ഖദറ KMCC യാത്രയയപ്പ് നൽകി. 1983 കടൽ കടന്ന് ഒമാനിലെത്തിയ അഷ്റഫ് ആദ്യത്തെ 22 വർഷം മുസന്നയിലും തുടർന്നുള്ള കാലം ഖദറയിലെ താജ് ഹൈപ്പർ മാർക്കറ്റിലുമാണ് ജോലി ചെയ്തത്. ഖദറ KMCC അംഗം ആയ അഷ്റഫിന് യാത്രയയപ്പ് നൽകി. പ്രസിഡന്റ് അൻസൽ പുതുക്കാടിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗം അഷ്റഫ് ഒതുക്കങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈസൻസ് ഇല്ലാതെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തുകയും സേവനങ്ങൾ ലഭ്യമാക്കുകയും ചെയ്ത പ്രവാസി വനിതകളെ ഉപഭോക്തൃ സംരക്ഷണ വിഭാഗം അറസ്റ്റ് ചെയ്തു. ആരോഗ്യ മന്ത്രാലയവും റോയൽ ഒമാൻ പോലീസുമായി സഹകരിച്ചായിരുന്നു നടപടി. മസ്കത്തിൽ താമസ കെട്ടിടം കേന്ദ്രീകരിച്ചാണ് നിരവധി പ്രവാസികൾ ഉൾപ്പെടുന്ന സംഘം പ്രവർത്തിച്ചിരുന്നത്. 4619 കോസ്മെറ്റിക്സ് ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. ക്രീമുകൾ, ഇഞ്ചക്ഷൻ, മെഡിക്കൽ സപ്ലൈസ്, മറ്റ് ആരോഗ്യ സംരക്ഷണ വസ്തുക്കൾ തുടങ്ങിയവ പിടിച്ചെടുത്തവയിൽപ്പെടുന്നു. പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലാണ് പ്രതികൾ പ്രവർത്തിച്ചിരുന്നതെന്നും പിടിച്ചെടുത്ത വസ്തുക്കൾ നശിപ്പിച്ചതായും അധികൃതർ അറിയിച്ചു. പ്രതികൾക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചു. ആവേശം സൂപ്പർ ഓവറിലേക്ക് നീണ്ട ലോകകപ്പ് പോരാട്ടത്തിൽ പരാജയം രുചിച്ച് ഒമാൻ. നമീബിയക്കെതിരെ നടന്ന ഗ്രൂപ്പ് ഘട്ടത്തിലെ ആദ്യ മത്സരത്തിൽ ഒമാൻ ഉയർത്തിയ 110 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന നമീബിയയുടെ ബാറ്റിംഗ് നിശ്ചിത 20 ഓവറിൽ ഒമാന്റെ ടോട്ടലായ 109 റൺസിൽ തന്നെ അവസാനിച്ചതോടെയാണ് മത്സരം സൂപ്പർ ഓവറിലേക്ക് പോയത്. സൂപ്പർ ഓവറിൽ ആദ്യം ബാറ്റ് ചെയ്ത നമീബിയ 21 റൺസ് എടുത്തപ്പോൾ ഒമാന് 10 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. ധോഫാർ ഗവർണറേറ്റിൽ അനുമതിയില്ലാതെ മരം മുറിച്ച സംഭവത്തിൽ നടപടിയുമായി പരിസ്ഥിതി വിഭാഗം. മരം മുറിച്ച് കടത്താൻ ശ്രമിച്ചയാളെ പരിസ്ഥിതി വിഭാഗം വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ യൂണിറ്റാണ് പിടികൂടുന്നത്. അനുമതിയില്ലാതെ മരം മുറിക്കുന്നവർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും വന്യജീവി സംരക്ഷണ നിയമങ്ങൾ എല്ലാവരും പാലിക്കണമെന്നും നിയമലംഘനങ്ങൾ കണ്ടെത്തിയാൽ അറിയിക്കണമെന്നും പരിസ്ഥിതി വിഭാഗം പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. സ്പിരിറ്റ് ബോയ്സ് സംഘടിപ്പിച്ച മാസ്റ്റേഴ്സ് കപ്പിൽ സ്മാഷേഴ്സ് FC ജേതാക്കളായി. ഫൈനലിൽ നേതാജി FCയെ ഏകപക്ഷീയമായ 2 ഗോളിന് പരാജയപ്പെടുത്തിയാണ് സ്പിരിറ്റ് ബോയ്സ് പ്രഥമ മാസ്റ്റേഴ്സ് കപ്പിൽ മുത്തമിട്ടത്. 40 വയസ്സ് തികഞ്ഞവർക്ക് മാത്രമാണ് കളിക്കാൻ അവസരമുണ്ടായിരുന്നത്. പ്രായത്തെ വെല്ലും മത്സരങ്ങൾ വീക്ഷിക്കാൻ ചെറുപ്പക്കാരും മുതിർന്നവരും ഉൾപ്പെടെ നിരവധി പേർ കാണികളായി ഉണ്ടായിരുന്നു. 8 ടീമുകളെ 2 ഗ്രൂപ്പായി തിരിച്ചാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ലയൺസ് മസ്കത്ത് 3-ാം സ്ഥാനവും മഞ്ഞപ്പട 4-ാം സ്ഥാനവും കരസ്ഥമാക്കി. ടൂർണമെന്റിലെ മികച്ച കീപ്പറായി മൊയ്നു, മികച്ച കളിക്കാരൻ സതീഷ്, ടോപ്പ് സ്കോററായി സുസലിൻ, മികച്ച ഡിഫൻഡറായി ജെറിൻ എന്നിവരെ തിരഞ്ഞെടുത്തു. രാജ്യത്ത് ചൂട് ശക്തമായതോടെ ക്ലാസുകൾ ഓൺലൈനാക്കിയും പഠനസമയം കുറച്ചും ഇന്ത്യൻ സ്കൂളുകൾ. ഈ മാസം 6 വരെയുള്ള ദിവസങ്ങളിൽ മസ്കത്ത് ഇന്ത്യൻ സ്കൂളിൽ ക്ലാസ് സമയം കുറച്ചിട്ടുണ്ട്. KG മുതൽ 12ാം തരം വരെയുള്ള ക്ലാസ് സമയം കുറച്ചുകൊണ്ടുള്ള സർക്കുലർ പ്രിൻസിപ്പൽ രക്ഷിതാക്കൾക്ക് കൈമാറി. ദാർസേത്ത് ഇന്ത്യൻ സ്കൂളിൽ 3 മുതൽ 12 വരെയുള്ള ക്ലാസുകൾ ഓൺലൈനായിട്ടാണ് നടക്കുക. KG മുതൽ 2ാം തരം വരെയുള്ള ക്ലാസുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവധിക്കാലം ആരംഭിച്ചിരുന്നു. മറ്റു വിവിധ സ്കൂളുകളിലും ക്ലാസുകൾ ഓൺലൈനാക്കുകയോ സമയം കുറയ്ക്കുകയോ ചെയ്തിട്ടുണ്ട്.
ജൂൺ 6 രാജ്യത്തെ ഭൂരിഭാഗം ഇന്ത്യൻ സ്കൂളുകളും മുഴുവൻ ക്ലാസുകളിലും അവധിക്കാലം ആരംഭിക്കും. കൊടും ചൂടിൽ നിന്നും തൊഴിലാളികൾക്ക് സംരക്ഷണമൊരുക്കാൻ രാജ്യത്ത് മധ്യാഹ്ന വിശ്രമം പ്രാബല്യത്തിൽ വന്നിരുന്നു. ഉച്ചയ്ക്ക് 12:30 മുതൽ 3:30 വരെയാണ് വിശ്രമ സമയം. 3 മണിക്കൂർ ഇടവേള പുറം ജോലിക്കാരായ തൊഴിലാളികൾക്ക് ഏറെ ആശ്വാസകരമാണ്. ജൂൺ മുതൽ ആരംഭിക്കുന്ന ഉയർന്ന ചൂട് ആഗസ്റ്റ് അവസാന വാരം വരെ തുടരും. ചൂട് വർദ്ധിച്ചതോടെ നഗരങ്ങളിലെ തിരക്ക് കുറഞ്ഞതായി കച്ചവടക്കാർ പറയുന്നു. അതികഠിനമായ ചൂടിലേക്ക് കടക്കുകയാണ് അറേബ്യൻ പെനിൻസുല. ജൂൺ 7 മുതൽ ആഗസ്റ്റ് അവസാനം വരെയുള്ള കാലയളവാണ് ഈ മേഖലയിലെ ഏറ്റവും ചൂടേറിയ സമയമായി കണക്കാക്കുന്നത്. അസ്ട്രോണമിക്കൽ സൊസൈറ്റിയുടെ ഡയറക്ടർ ബോർഡ് ചെയർമാനും അറബ് യൂണിയൻ ഫോർ സ്പേസ് ആൻഡ് അസ്ട്രോണമി അംഗവുമായ ഇബ്രാഹിം അൽ ജർവാൻ പറയുന്നതനുസരിച്ച് ജൂൺ 7 പുലർച്ചെ പ്ലീയഡ്സ് നക്ഷത്രങ്ങൾ തെളിയുന്നതോടെ പകൽ താപനില 42 ഡിഗ്രി സെൽഷ്യസ് കവിയും. പ്ലിയാഡുകളുടെ ഉദയം മുതൽ സുഹൈലിൻ്റെ ഉദയം വരെയാണ് താപമെന്ന് അറബികൾക്കിടയിൽ പ്രചാരത്തിലുള്ള വാക്കാണ്. വടക്ക് കിഴക്ക് ഭാഗത്ത് ഉയരുന്ന നക്ഷത്രങ്ങളെ നമുക്ക് കാണാൻ കഴിയുമെന്നും എമിറേറ്റ്സിൽ കിഴക്ക് നിന്ന് ഏകദേശം 25 ഡിഗ്രി വടക്ക് ഭാഗത്തേക്ക് ചരിഞ്ഞ് ഇവ പ്രത്യക്ഷപ്പെടുമെന്നും അൽ ജർവാൻ പറഞ്ഞു. ജൂൺ 7 മുതൽ ജൂൺ 19 വരെ നീണ്ടു നിൽക്കുന്ന 13 ദിവസങ്ങളായി ഇവ കാണാനാകും. അതിൻ്റെ ഉപഗ്രഹമായ ചില നക്ഷത്രങ്ങൾ ജൂലൈ വരെ തെളിഞ്ഞു കാണും. ഈ കാലയളവിൽ വരണ്ടതും ചൂടുള്ളതുമായ വേനൽക്കാലക്കാറ്റ് സജീവമാണ്. പകൽ സമയത്തെ താപനില 42 ഡിഗ്രി സെൽഷ്യസിന് മുകളിലും രാത്രിയിൽ 25 ഡിഗ്രി സെൽഷ്യസിനടുത്തുമാണ് ഉണ്ടാവുക. ജൂലൈ 3 മുതൽ ആഗസ്റ്റ് 10 വരെ ചൂട് അതിൻ്റെ പരമാവധിയിലെത്തും. ഒടുവിൽ ആഗസ്റ്റ് 11 മുതൽ സെപ്റ്റംബർ 5 വരെയാണ് സുഹൈൽ സീസൺ. അതിൽ ഈർപ്പം വർദ്ധിക്കുന്നു. സുഹൈലിൻ്റെ ഉദയത്തോടെ ചൂടിൻ്റെ തീവ്രത കുറയുകയും ചെയ്യുന്നു. ശ്രീനാരായണ ട്രസ്റ്റ് വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക എന്ന ആശയത്തിലൂന്നി അംഗങ്ങൾക്ക് എംപവർമെൻറ്റ് സിംബോസിയങ്ങൾക്ക് തുടക്കം കുറിച്ചു. പ്രോഗ്രസ് ത്രൂ എഡ്യൂക്കേഷൻ എന്ന SN ട്രസ്റ്റിൻ്റെ കമ്മിറ്റിയാണ് ഇത്തരത്തിൽ വിവിധ സിംബോസിയങ്ങൾ നടത്തുന്നത്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യവും ശ്രദ്ധ പതിപ്പിക്കേണ്ട ആധുനിക വിദ്യാഭ്യാസ സമ്പ്രദായവും ചൂണ്ടിക്കാട്ടി SN ട്രസ്റ്റിൻ്റെ ആധ്യാത്മിക ട്രസ്റ്റ് ഉപദേശകൻ അഡ്വക്കേറ്റ് MK പ്രസാദ് സംസാരിച്ചു. ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി S ദിലീപ് കുമാർ ഐ ലവ് മീ എന്ന ക്യാപ്ഷനിൽ ഹൗ ടു ലീവ് എ മീനിങ് ഫുൾ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ് മോട്ടിവേഷണൽ ക്ലാസ്സിന് നേതൃത്വം നൽകി. ടെക്നോളജിയും പ്രാധാന്യവും എന്ന വിഷയത്തിൽ രാജേഷ് പന്തയിലും, കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് എന്ന വിഷയത്തിൽ റജി കളത്തിലും, ലീഡർഷിപ്പ് എന്ന വിഷയത്തിൽ സുനിൽ സദാശിവൻ എന്നിവരുടെ വർക്ക്ഷോപ്പുകളും നടന്നു. ഒമാൻ പരിസ്ഥിതി വിഭാഗത്തിൻ്റെ നേതൃത്വത്തിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1 ദശലക്ഷത്തിൽ പരം കാക്കകളെയും മൈനകളെയും കൊന്നൊടുക്കി. ഇന്ത്യൻ കാക്കകളെയും മൈനകളെയുമാണ് പ്രധാനമായും ഇല്ലായ്മ ചെയ്തത്. വടക്കൻ ബാത്തിനയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കാക്കകളെ ഇല്ലായ്മ ചെയ്തത്. 6,21,000 പരം അധിനിവേശ പക്ഷികളെ ഗവർണറേറ്റിൽ കൊന്നൊടുക്കി. തെക്കൻ ബാത്തിനയിൽ 2 ലക്ഷവും ദോഫാറിൽ 1,26,000വും മസ്കത്തിൽ 50,000-ലധികവുമാണ് കൊന്നൊടുക്കപ്പെട്ട കാക്കകളുടെയും മൈനകളുടെയും കണക്കുകൾ. അധിനിവേശ പക്ഷികളായ കാക്കയും മൈനയും രാജ്യത്ത് കൃഷികളും മറ്റും നശിപ്പിക്കുന്നതായി പരിസ്ഥിതി വിഭാഗം നേരത്തെ വിലയിരുത്തിയിരുന്നു. തുടർന്ന് ഇവയെ തുരത്തുന്നതിനായി പക്ഷികളുടെ വ്യാപനം തടയുന്നതിനുള്ള അന്താരാഷ്ട്ര വിദഗ്ധയായ സൂസന സാവേദ്രയുമായി കരാറുണ്ടാക്കുകയും ചെയ്തിരുന്നു. ഗോതമ്പ്, നെല്ല് തുടങ്ങിയ ധാന്യങ്ങളും മുന്തിരി, ആപ്രിക്കോട്ട്, പിയേഴ്സ് തുടങ്ങിയ പഴവർഗ്ഗങ്ങളുമാണ് മൈനകളും കാക്കകളും നശിപ്പിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ ഒമാൻ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ വീണ്ടും കാണാം. നമസ്കാരം.